ഡ്രൈവിംഗ് ഒന്ന് നോക്കട്ടെ, എന്റെ കറക്റ്റ് ആയ ഇല്ലെന്ന് നിങ്ങളെ കാണിക്കാനാണ് അച്ഛന്റെ ഡ്രൈവിങ്ങിന് ഞാൻ കൂടെ ഇരിക്കണം. അച്ഛന് കുറച്ച് ദിവസമായിട്ട് രാവിലെ പഠിച്ച ഡ്രൈവിംഗ് ആണ്. അച്ഛന് നേരത്തെ അറിയാൻ ഡ്രൈവിംഗ് ഓടിക്കണം. അച്ഛനത്രേ ഉള്ളൂ. എന്റെ മുമ്പിൽ ഓടിക്കണ, പിന്നെ മക്കളുടെ മുമ്പിലോ ഫാമിലിയുടെ മുമ്പിലോ അപ്പൊ കൈ തെളിഞ്ഞ അച്ഛന് കൈ നേരത്തെ തെളിഞ്ഞതല്ലേ? ആണാ? വേണമെങ്കിൽ 1 മണിക്കൂർ മുമ്പേ തെളിയിക്കാം അല്ലേ? അച്ഛന് കൈ തെളിഞ്ഞാണ്, പക്ഷെ വണ്ടി ഇല്ലല്ലോ ഓടിക്കാൻ. വണ്ടി ഇനി ഒരെണ്ണം കൂടെ ഇപ്പൊ ഞാൻ കൊണ്ട് വണ്ടി എടുത്തിട്ട് ഓടിപ്പിക്കണം. ഓടിപ്പിക്കും. അച്ഛനെ കറക്കാൻ കൊണ്ടുപോകും ഇങ്ങോട്ടന്നെ. അച്ഛൻ തന്നെ ഓടിക്കണം അല്ലേ? അച്ഛൻ തന്നെ. നീ ബാക്ക് സീറ്റിൽ ഇരിക്കുക. ഞാൻ ബാക്ക് സീറ്റ് ഇരിക്കാനാ? ശരി, അതെ ഇപ്പൊ ചെയ്യാം. ആദ്യം ബസ് ഫ്രണ്ടിലിരുന്ന് കുറച്ച് മുന്നോട്ട് കയറി കഴിയുമ്പോൾ പിന്നെ ബാക്കിൽ ഇറങ്ങിയിരിക്കും. ഓക്കെ ശരി. അച്ഛന്റെ കൈ തെളിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് എന്തായാലും മനസ്സിലായി. ഇപ്പൊ അവിടെ ചെല്ലുമ്പോ അമ്മയ്ക്ക് താല്പര്യം തോന്നി ഇനിയും വീഡിയോസ് ഉണ്ടാക്കണമെന്ന്. വണ്ടിക്ക് പോകാൻ സ്ഥലമുണ്ടോ അവിടെ? മാനേജർ വന്നിപ്പോ എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചോണ്ടിരിക്കുകയാണ്. മാനേജറിന് 3 കരിക്ക് വേണമെന്ന്. ഞാൻ എംപ്ലോയീസിന് എത്ര നല്ല ടേക്ക് കെയർ ചെയ്യുന്നു. എവിടെ ആരെവിടെ? മുഷിഞ്ഞ അടക്കം ക്യാമറക്കകത്ത് മണം വരത്തില്ല. കരിക്ക്. നീ പൈസ കത്തിച്ചോണ്ടിരിക്കാന്നുള്ളതായിരുന്നു നിനക്ക് എന്തെങ്കിലും ഒരു ബോധം ഉണ്ടോ? കിണിച്ചോണ്ടിരിക്കും ഇന്നലെ തന്നെ. അത് ഞാൻ അറിഞ്ഞോണ്ടില്ല. എന്ത്? അത് ചെറുതായിട്ട് നമ്മുടെ ട്രെയിനർ അടിച്ചടിച്ചിട്ട് എല്ലാം ഓക്കെ. ഇന്നലെ ഒരുത്തൻ അവിടെ, അതും കടാകടിയാണ്, അവൻ തന്നെ ഒരു മനുഷ്യനെ പോലും കാണത്തില്ല. അവനെ CCTV ക്യാമറ അവിടെ നിർത്തിയിട്ട് അവൻ അവിടെ നിന്ന് ഓക്കെ പറയുന്നത് നീ കാശ് കൊടുത്തോണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ടേബിളിൽ അടിയിലോട്ട് നോക്കുന്നില്ല. അവന്റെ ഇങ്ങനെ കയറി നോക്കിയിട്ട് ഈ കാശ് കൊടുത്ത് അടുത്ത വീഡിയോക്ക് കാശില്ലാതെ നമ്മൾ തന്നെയാണ് നടക്കേണ്ടത്. അത് ഓർമ്മയുണ്ട? അത് തന്നെ അവന്റെ അടുത്ത് പറയുന്നത്. കാല് ചവിട്ടരുത്, കൈ പിടിക്കരുത്, എല്ലാം പറഞ്ഞിട്ട് എല്ലാം ചെയ്ത് ആൾക്കാർ കയറി പോകുന്നത്. ഞാനും ഓർത്തിരുന്നത് ആൾക്കാർ ഇങ്ങനെ കയറി പോകും. ഇനി ഞാൻ നടക്കത്തില്ല. ഇനി എന്തുണ്ടെങ്കിലും ഞാൻ കയറി ഇന്ററപ്റ്റ് ചെയ്യാൻ ഞാൻ നിർത്തും. എവിടെയായിരുന്നു ഞാൻ ഇവിടെ നോക്കുന്നത്? എന്റെ ആംഗിൾ നോക്കുമ്പോ എല്ലാം കറക്റ്റ്. അവിടെ നിന്ന് നിർത്താൻ പറയുന്നത് ഓക്കെ. അപ്പൊ ഞാനോട് എല്ലാം ഓക്കെ ഇരിക്കുന്നു. നീയും കാശ് കൊടുത്തോണ്ടേ ഇരിക്കുന്നു. ഞാൻ നോക്കിയപ്പോ ഇത്ര എളുപ്പമായിരുന്ന ഈ വീഡിയോ. ഇത്രയും ദാനശീലനായ ഇത്ര എളുപ്പമുള്ള വീഡിയോ. ഞാൻ ഓർത്ത് പൈസ ഞാൻ കൂട്ടി കൊടുക്കാനായിരുന്നത്. പക്ഷെ ഇത് തൊട്ടേനും കൊടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോക്ക് ആ ഒരു ഗുംപ്പ് തന്നെ പോയി അവിടെ വെച്ച് തന്നെ. അല്ല, എഡിറ്റർ വെർഷൻ നീ അയച്ചു തന്നപ്പോഴാണ് ഞാൻ നോക്കുമ്പോ ഇതെന്തിന് വെറുതെ കാശ് കൊടുക്കും. ഇതിനേക്കാൾ നമ്മൾ ഒന്നും ചെയ്യണ്ട. ടേബിളിട്ട് കാശ് കൊടുത്ത് കാശ് നിരത്തി വെച്ചിട്ട് കൊടുത്താൽ വരുന്ന ആൾക്കാർക്ക് 500, 1000. ഇത് പ്രോഫിറ്റബിൾ ആക്കിയില്ലെങ്കിൽ മോനെ മുമ്പിലോട്ട് പോകാത്ത ഞാൻ സ്വന്തമായിട്ട് കുഴിച്ച് ഞാൻ തന്നെ കയറി അവിടെ കിടക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളിത് പ്രോഫിറ്റബിൾ ആക്കും സൂൺ, വളരെയധികം സൂൺ. ആ പട്ടി കൊരയുള്ള പിന്നെ അവിടെ ആടുകളൊന്നും കാറുന്നു. ഫാമിലി ഫ്രണ്ട്ലി നമ്മുടെ വ്ളോഗ് ഫാമിലി ഫ്രണ്ട്ലി. എല്ലാരും ഫാമിലി ഫ്രണ്ട്ലി വ്ളോഗ് എടുക്കും. നമ്മൾ ആനിമൽ ഫ്രണ്ട്ലി ആണ്. പട്ടി, ആട്, പൂച്ച. ഞാൻ വേണമെന്ന് കാറ് നോക്കും കേട്ടോ. തിരിച്ച് കാറില്ലേ നോക്കാം. നിനക്ക് ഒരു ദിവസം 1 മണിക്കൂർ 1/2 മണിക്കൂർ കേട്ടാ മതി. എല്ലാ ദിവസവും കേട്ടോണ്ടിരിക്കുക. അതിന്റെ അകത്ത് അടിച്ചോണ്ടിരിക്കാത്ത. ജൂലി എവിടെ? ജൂലി അല്ലടാ, ലുഫി. അവളകത്ത് കിടപ്പുണ്ട്. പിന്നെ ഇവനെ ഇത് സിംബ. പെൺപൂച്ചയല്ലേ? സിംബി അല്ലേ ഇത്? അത് പെൺപൂച്ചയാണ്. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. ഈ പൂച്ചകളുണ്ടല്ലോ, അവര് വരുമ്പോ ജനിക്കുന്ന ജെൻഡർ അല്ലേ വലുതാകുമ്പോ അവര് ജെൻഡർ ചേഞ്ച് ചെയ്യും. അപ്പുറത്തൊരെണ്ണത്തിനെ കൊണ്ടുവന്നു സുന്ദരൻ എന്നും പറഞ്ഞ് പേരിട്ട് സുന്ദരി എന്നും പറഞ്ഞ് പേരിട്ട് അവളെ വളർത്തിയതാ. സുന്ദരനായി. ഇവള് സിംബ ഞങ്ങടെ. ഇപ്പൊ നമ്മൾ അച്ഛനേക്ക് പോവുകയാണ്. അച്ഛന് വണ്ടി നമ്മൾ ഓടിക്കാൻ കൊടുക്കും. അച്ഛൻ വണ്ടി ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കുറെ നാൾ മുമ്പേ. ഈ വണ്ടി ഓടിക്കുന്നത് എനിക്ക് തോന്നുന്നു രാവിലെ എടുക്കാറുണ്ടെന്നാണ് എനിക്ക് അറിയാവുന്നത്. അതുകൊണ്ട് ഇത് ഓടിക്കരുത്. എനിക്കറിയത്തില്ല. നോക്കാം. ഞാനിപ്പോ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അച്ഛനിപ്പോ എന്ത് പറയാൻ നോക്കാം കേട്ടോ. അച്ഛൻ മോസ്റ്റ്ലി സമ്മതിക്കത്തില്ല, കട അടച്ച് പോകാൻ സമ്മതിക്കത്തില്ല. കേട്ടിരിക്കുവാണല്ലോ. അമ്മ വന്നൊന്നുമില്ല. നമുക്ക് പുറത്തു പോവാം. കട അടയ്ക്കാൻ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ പോയിട്ട് വന്നു. 1/2 മണിക്കൂറത്തേക്ക് അടച്ചേക്ക്. 1/2 മണിക്കൂറത്തേക്ക് റിലേറ്റീവ്ലി വളരെ എളുപ്പത്തിൽ സമ്മതിച്ചു. നേരെ അവിടെ തന്നെ ഇരിക്കണം അച്ഛൻ. ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോയി. അച്ഛൻ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് അകത്തോട്ട് കയറുന്ന നോക്കി. ഞാൻ മൂലയ്ക്ക് കൊണ്ടാണ് ഇട്ടിരിക്കുന്നത് നോക്കി. അത് കുഴപ്പമില്ല. ചാലഞ്ചിങ് എൻവയറമെന്റ് കൊടുക്കട്ടെ. അപ്പൊ പിന്നെ നമുക്ക് ഇത് ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. വണ്ടി മുമ്പിലോട്ട് പതുക്കെ നീങ്ങുന്നു. അച്ഛൻ ഇങ്ങനെയാണ് ഓടിക്കാമെങ്കിൽ നമ്മള് വീട്ടിലോട്ട് രാത്രി എത്തുള്ളൂ. അവിടുന്ന് വണ്ടി ആ മൂലയ്ക്കൊന്ന് മാറി കേട്ടോ. ഇത്ര ഹോണിന്റെ ആവശ്യമുണ്ട്.
ആദ്യത്തെ ടീ ഇന്റർവെൻഷൻ വന്നിരിക്കുകയാണ്. ലെഫ്റ്റിലോട്ട് പോകുന്നു. ഈ ആർമിക്കകത്ത് തന്നെ പട്ടാള വണ്ടി ഓടിച്ചിരുന്ന ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്ന? ഡ്യൂട്ടി ചെയ്തോണ്ടിരുന്നപ്പോ സമയത്ത് കുറച്ച് സമയം എടുത്തിട്ട് ഇതിവിടെയൊക്കെ ചെയ്യണമായിരുന്നു. ചെറുപ്പക്കാരനായ മകന്റെ ജീവിതം അച്ഛന്റെ കയ്യിലാണ്. അങ്ങനെ മേടിക്കണ്ടല്ലേ. ഇത്ര വളഞ്ഞ വഴിയായതുകൊണ്ട് അച്ഛൻ പാമ്പിനെ കണക്ക് ഇങ്ങനെ വളച്ച് ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷെ വല്യമ്മേനെ ബോണറ്റ് ഇരുത്തിപ്പിക്കാൻ പോവാണ്. ശരിയച്ഛാ, അച്ഛൻ പതുക്കെ തിരിക്കുന്നവരെ ഫുള്ളായിട്ട് തിരികെ. അപ്പൊ കുഴപ്പമില്ലല്ലോ. അച്ഛൻ എത്ര സ്പീഡ് വരെ പോയായിരുന്നു? 100 സംഭവിച്ചു. ഇത് ഇത്ര നേരം 100 പോയിട്ട് ഞാൻ 50 പ്രതീക്ഷിക്കാത്ത ഓട്ടമായിരുന്നു. അതിനിടക്ക് 100 ഇവിടെ പോയി. ഈ വണ്ടിയെ തന്നെ പോയിട്ടുണ്ട്. 100, 80. അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ പോയുള്ള മൊത്തം വളവാണ്. ഞാൻ നല്ല വഴിക്ക് പോയിട്ടില്ല ഇതുവരെ. എനിക്ക് തോന്നുന്നൊരു ഹോൺ മാറ്റി വെക്കേണ്ടി വരും വണ്ടിക്കകത്ത്. ഹോൺ മാത്രമേ ഉള്ളൂ. നമ്മള് ഹൈവേയിലോട്ട് കയറിയിരിക്കുകയാണ് ബോയ്സ്. ഫൈനലി അങ്ങനെ ഹൈവേ കയറി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. ഇപ്പോഴും എനിക്ക് ജീവൻ ബാക്കി, ചന്ദുന് ജീവൻ ബാക്കിയുണ്ട് ബോയ്സ്. ഞാൻ ഇതിനെ ഹാൻഡിലെ പിടിച്ചൊന്നുമില്ല കേട്ടാ. അത് ഹാൻഡിലെ പിടിച്ചൊന്നുമില്ല. ഞാൻ എന്താണ് പിടിച്ചോണ്ടിരിക്കുക. ഞാൻ പിടിച്ചിട്ടൊന്നുമില്ലെന്ന് പറയുക. പിടിക്കാനായിട്ട് ഷെയറിംഗ് ഒന്നല്ലേ ഉള്ളൂ. ഐ എം പ്രൗഡ് ഓഫ് യു അച്ഛാ. ഇനി ഒരിക്കലും ഞാൻ ഇരിക്കുന്നില്ല. പേടിച്ചിരിക്കുന്നു. വെറുതെ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരാ മിണ്ടായിരുന്നല്ലേ? ഞാൻ മിണ്ടായിരുന്നല്ല. അച്ഛൻ കുഴപ്പമില്ല, നല്ലോണം ഓടിക്കുന്നുണ്ട് കേട്ടാ. ഈ സ്റ്റിയറിംഗ് ചെറിയ സർക്കിളായിട്ട് ഇങ്ങനെ ഓടിക്കുന്നു അതേ ഉള്ളൂ. എന്നുവെച്ചാൽ കുറച്ച് സമയം എടുക്കും വളഞ്ഞു വരുമ്പോ. അല്ലാതെ അങ്ങനെ മുട്ടായി അങ്ങനൊന്നും എനിക്ക് വലുതായിട്ട് തോന്നിയൊന്നുമില്ല. കുഴപ്പമില്ലല്ലേ. അച്ഛനായിട്ട് ഫസ്റ്റ് ടൈം ഇരിക്കുക. അപ്പം കുറച്ച് തുടക്കത്തിൽ എനിക്ക് ചെറിയ പേടിയില്ലല്ലോ, പറയാൻ പറ്റുന്നില്ല. അമ്മയുടെ ഏതെങ്കിലും ഒരു ദിവസം ഇരിക്കേണ്ടി വരും. അപ്പം അറിയാം നമുക്ക് എന്താവുമെന്ന്. നിധി പിടിക്കുകയാണോ അല്ലെങ്കിൽ ദൂരത്ത് കൂടുകയാണോ? എന്തായാലും അവന്മാര് കാറിനകത്തില്ല, അത് വലിയ കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോണിച്ച് പറഞ്ഞാൽ എന്നെ പുറത്താക്കേണ്ടി വന്നതിന് വേറെ അടുത്ത് അവിടെ മൂലയ്ക്കുണ്ട് അവിടെ.